അപ്പോൾ കീം ഡി ആർക്കിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവിഷണൽ ആയിട്ടുള്ള ഒരു ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് രജിസ്റ്റർ ചെയ്യാനുള്ളൊരു അവസരമാണ് ഇതിലൂടെ ഒരുങ്ങിയിട്ടുള്ളത്. അപ്പോൾ നാളത്തോട് കൂടിയിട്ടാണ് അലോട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ആ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ മറ്റു കാര്യങ്ങളോ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ CET-യിൽ ഇപ്പോൾ 48 വരെയുള്ള റാങ്കുള്ളവർക്കാണ് സ്റ്റേറ്റ് മെറിറ്റിൽ വന്നിട്ടുള്ളത്. GG തൃശ്ശൂർ 121, TKM-ൽ 181, കോട്ടയം 182. ഇങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് നോക്കിയപ്പോൾ മനസ്സിലായിട്ടത്. ഇങ്ങനെ ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചാൻസസിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഇന്ന് വൈകിട്ടാകുമ്പോഴേക്കും ചെയ്യുന്നതായിരിക്കും, ബേസ്ഡ് ഓൺ ലാസ്റ്റ് റാങ്ക് ഓഫ് ഈച്ച് കാറ്റഗറി. അപ്പോൾ ഇതാണ് എനിക്ക് ഫസ്റ്റ് ആയിട്ടൊന്ന് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ താൽക്കാലികമായിട്ടൊരു അലോട്ട്മെൻറ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് ഓപ്ഷൻ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളവർക്കാണ് ഇതിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഓപ്ഷൻ കൺഫർമേഷൻ കറക്റ്റായിട്ട് ചോദിച്ചിട്ടുള്ളവരെല്ലാവരും തന്നെ പരിഗണിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വന്നിട്ടുള്ളത്. ഇനി ഓപ്ഷൻ കൺഫർമേഷൻ കൊടുത്ത് റീഅറേഞ്ച് ചെയ്ത് അനുസരിച്ചിട്ടുള്ള ഹയർ ഓപ്ഷൻസുകളായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ കിട്ടുക. അപ്പോൾ നമുക്ക് മുമ്പ് കിട്ടിയിട്ടുള്ള ഒരു RIT കോട്ടയമായിരുന്നു. ഇത്തവണ CET ട്രിവാൻഡ്രം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ RIT-ത്തെ സീറ്റ് മാറ്റിയിട്ട് അത് CET ട്രിവാൻഡ്രത്തിലേക്ക് മാറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനി പോയി ജോയിൻ ചെയ്യേണ്ടി വരിക CET ട്രിവാൻഡ്രത്താണ്. അപ്പോൾ RIT-ൽ നിങ്ങൾ TC ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പോയി കളക്ട് ചെയ്ത് അവിടെ അടച്ച ഫീസ് ഒക്കെ റീകളക്ട് ചെയ്തിട്ട് ഒരു പ്രൊസീജിയർ തന്നെ ഉണ്ട് ഇതിനായിട്ട്. അതൊക്കെ ഞാൻ നാളെ ഉള്ള വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. അപ്പോൾ കൺഗ്രാറ്റ്സ് ഫോർ ഓൾ ഗുഡ് കോളേജസ്. താങ്ക് യു.